നമുക്ക് ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ഉദയഭാനു ശ്രീകലയോട് പറഞ്ഞു, മോളെ നീ വിഷമിക്കൊന്നും വേണ്ട, നീ എന്തിനാ സങ്കടപ്പെടുന്നേ? നിന്നെ നിന്റെ അച്ഛന് ആ വീട്ടിലേക്ക് തന്നെ കൊണ്ടേയാക്കും, നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോഴേക്ക് ശ്രീകല പറഞ്ഞു, മതി ഉദയേട്ട, ഉദയേട്ടൻ നിർത്തിയേരെ. ഇത്രയും നാളും ഉദയേട്ടന്റെ പ്ലാനുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ, എന്നിട്ട് എന്തായി? എന്തെങ്കിലും നടന്നോ? ഒടുവിൽ നമ്മുടെ മോളെ അവിടെ നിന്ന് അടിച്ചിറക്കിയില്ലേ, എന്നിട്ട് എന്തേലും ചെയ്യാൻ പറ്റുമോ? ശ്രീകല ഞാന് വേണ്ട, ഉദയേട്ടൻ ഇനി കൂടുതലൊന്നും പറയണ്ടാന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം മോളെ, നീ വിഷമിക്കൊന്നും വേണ്ട. നിന്റെ അച്ഛനെ പോലൊന്നും അല്ല ഞാനൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും വർക്കാതെ തന്നെ ചെയ്യും. നിന്നെ ഞാൻ അവിടേക്ക് കൊണ്ടേയാക്കും, നീ സങ്കടപ്പെടാതിരിക്കും മോളെ, ഞാനല്ലേ പറയണത്. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, ദൈവത്തെ ഓർത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോക്കോട്ടെ. എന്റെ വീട്ടുകാരെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിന്റെ വീട്ടുകാരോ? അതെങ്ങനെയാണ് നിന്റെ വീട്ടുകാര്? നിന്റെ വീട്ടുകാര് ആരാ നിനക്കറിയാലോ? നിന്റെ ഇരിക്കുന്ന അച്ഛനും ഞാനും പിന്നെ വിദ്യയൊക്കെയാ, അല്ലാതെ അവരെങ്ങനെയാണ് നിന്റെ വീട്ടുകാരാകുന്നേ? അമ്മേ, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. അവരെന്റെ വീട്ടുകാർ തന്നെയാ. പിന്നെ ഒരു വീട്ടുകാര്, എടി അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവരവിടെ നിന്നെ അടിച്ചിറക്കുമായിരുന്നോ? ഒരു ബാലച്ചനും ഗോമതി എപ്പ പറഞ്ഞാലോ അത് തന്നെയായിരുന്നല്ലോ, എന്നിട്ട് എന്തായി? പിന്നെ കുറച്ച് സഹോദരന്മാരുടെ കാര്യം പറഞ്ഞല്ലോ, ഒറ്റ ഒരെണ്ണമെങ്കിൽ നീ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേ പോവണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ പിടിച്ചു നിർത്തിയോ? ഇല്ലല്ലോ. എല്ലാരും ദേ അവർക്കൊപ്പം നിൽക്കുവല്ലേ ചെയ്തേ, എന്നിട്ട് അവൾ അവർക്ക് സപ്പോർട്ടും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. അമ്മ വേണ്ട കേട്ടോ. പിന്നെ എടി പറയാനുള്ള കാര്യം ഞാൻ എന്താണെങ്കിലും പറയും, അതിപ്പോ നീ എന്തൊക്കെ പറഞ്ഞാലും ശരി. അവർക്കൊന്നും നിന്നോട് സ്നേഹമില്ല അമ്മേ. അത് സ്നേഹമില്ലാത്തോണ്ടല്ല, ഞാൻ അവരോട് ചെയ്ത ചതി അവരെന്നെ അത്രമാത്രം വിശ്വസിച്ചു. ഒരു കൂടപ്പറപ്പിന് എന്നവണ്ണോ അവരെന്നെ കൊണ്ടു നടന്നിരുന്നേ. എന്നിട്ടോ ഞാൻ ഇത്രയും വലിയ കള്ളത്തരമൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോ അവർക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാ അവര്. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, മക്കളെ നിങ്ങൾ നീ വിഷമിക്കൊന്നും വേണ്ട, ഞാനില്ലേ കൂടെ. ഇത്രയും തന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ച് നിന്നെ ആ വീട്ടിൽ വരെ കൊണ്ടേ ആക്കാങ്കില് അറിയാലോ, നമ്മൾ തെരുവിൽ കിടന്നവരാ. തെരുവിൽ നിന്ന് നിന്നെ ഞാൻ അത്ര ഒരു വലിയ വീട്ടിലേക്ക് കൊണ്ടേ ആക്കിയത്. ബാക്കി കാര്യങ്ങളും കൂടെ എനിക്ക് നന്നായിട്ട് നോക്കാൻ അറിയാം. പിന്നെ നോക്കി ഇത് ഉദയേട്ടൻ മിണ്ടായിരിക്കേ. ഉദയേട്ടൻ ചെയ്ത കള്ളത്തരങ്ങളൊക്കെ ഞാനും കുറെ കണ്ടതാ, അതിനോടൊക്കെ എല്ലാം കൂട്ടുന്നു. മോളുടെ ജീവിതമാണല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷെ ഇനി അത് വേണ്ട, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഉദയേണ്ട തന്ത്രം ഇപ്പൊ ഇവിടെ വരെ കൊണ്ട് എത്തിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഇനി ഞാൻ കാര്യങ്ങൾ തീരുമാനിക്കും, നീ വിഷമിക്കേണ്ട മോളെ. ദൈവത്തെ ഓർത്തൊന്നും മിണ്ടായിരിക്കുക. നിങ്ങൾ രണ്ടുപേരും എന്റെ ജീവിതത്തിൽ ഇടപെടണ്ട, അത് ഞാൻ മാനേജ് ചെയ്തോളാം. പിന്നെ മാനേജ് ചെയ്തോളാന്ന് എങ്ങനെ? ഈ സ്ത്രീകളെ ഒരു കാര്യം പറഞ്ഞു തന്നെയാ അവിടുന്ന് ഏറ്റ അപമാനം എന്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. ആ അപമാനത്തിന് ഞാൻ തിരിച്ചടി കൊടുത്തിരിക്കും. എന്റെ മോളെ ഞാൻ അവിടേക്ക് തിരികെ കയറ്റും. അല്ലാതെ ഉദയേട്ടൻ പറയുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇതുവരെ ഞാൻ എന്റെ സ്വന്തമായിട്ടൊരു തീരുമാനം ചെയ്തിട്ടില്ല. ഉദയേട്ടൻ അനുസരിച്ച് നിൽക്കുവേത്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. എന്റെ മോളുടെ കാര്യത്തിൽ ഇനി തീരുമാനം എടുക്കാൻ പോകുന്നത് ഞാനാണ്. ഞാൻ പറയുന്ന പോലെ നീ അനുസരിക്കണം. നിനക്ക് നല്ലൊരു ജീവിതം അവിടെ ഉണ്ടാവണമെങ്കിൽ ഇനി എന്ത് വേണം എനിക്കറിയാം. അതും പറഞ്ഞുകൊണ്ട് ശ്രീകല ദേഷ്യത്തോടെ എഴുന്നേൽക്കുവാണ്. ഉദയഭാനു അന്തം വിട്ട് ശ്രീകലയെന്ന് വിളിച്ചു, മിണ്ടരുത് നിങ്ങൾ കാരണം ഇപ്പൊ മോളി ഈ അവസ്ഥയെ വന്നിരിക്കുന്നത്. അതും പറഞ്ഞിട്ട് ദേഷ്യത്തോടെ ശ്രീകല അകത്തേക്ക് കയറിപ്പോയി. പിന്നീട് ബാലന് ക്ഷേത്രത്തിൽ പോയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പത്തിനും ഒന്ന് രണ്ട് ചേച്ചിമാരെല്ലാം വന്നു. ബാലന്റെ മരുമോള് വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ബാലൻ ഇങ്ങനെ നോക്കുകയാണ്. എന്നാലും എത്ര നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള പെങ്കൊച്ചായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. അല്ല, ഏത് കൊച്ച ആ വീട്ടിൽ നിൽക്കുന്നേ? ആ കൊച്ചിന്റെ അച്ഛൻ എല്ലാവരും പറഞ്ഞറിഞ്ഞു. ആനന്ദിന്റെ മദ്യപാനം സഹിക്ക വയ്യാതെ ആ പെങ്കൊച്ചു വീട് വിട്ട് ഇറങ്ങിയെന്നു. എന്നാലും ഇങ്ങനെ മദ്യപിക്കാൻ കൊള്ളാവോ? അല്ല, ബാലനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തുകൂടെന്ന് ചോദിച്ചു. ഒരു നിമിഷം ബാലൻ ഞെട്ടിപ്പോയി. ദൈവമേ, ഉദയബാലു എന്തൊക്കെയാ പറഞ്ഞുകൊണ്ട് നടക്കുന്നേ? ആനന്ദ് മദ്യപിക്കുന്നതുകൊണ്ടാണ് ശ്രീദേവി വീട് വിട്ട് ഇറങ്ങിയെന്ന്. ആ കൊച്ചിനെ ഇടയ്ക്ക് ഞങ്ങൾ കാണാറുണ്ട്. എന്തൊരു നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള കൊച്ചാ, എന്തൊരു അടക്കവും ഒതുക്കുകയൊക്കെയാ. എന്നിട്ട് അതുപോലെയുള്ള നല്ലൊരു പെങ്കൊച്ചല്ലേ വീട് വിട്ടു പോയത്. ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാരുടെ ഒരു കാര്യം മദ്യപിച്ച് ലക്ക് കിട്ട് നടക്കും. അതൊക്കെ പറഞ്ഞിട്ട് അവര് ക്ഷേത്രത്തിനകത്തേക്ക് കയറിപ്പോയി. ബാലൻ എന്ത് ചെയ്യണമെന്നറിയില്ല. ബാലന്റെ സകല നിയന്ത്രണം വിട്ടുപോയി. അങ്ങനെ ബാലന് അങ്ങോട്ട് നടക്കുമ്പോഴത്തേനുമാണ് അയാളെ കാണുന്നത്. പെട്ടെന്ന് ബാലന്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും വരുവാണ്. അന്ന് ചായക്കട വെച്ച് അയാൾ പറഞ്ഞാണ് ഉദയഭാനു ഒരു പക്ക ഫ്രോഡാന്നുള്ള കാര്യങ്ങളൊക്കെ. അന്ന് താൻ വിശ്വസിച്ചില്ല. അയാളെ കുറെ ചീത്ത പറഞ്ഞു. ഒടുവിൽ അയാളുടെ അരിയിലേക്ക് വന്നിട്ട് ചോദിച്ചു, എന്നെ മനസ്സിലായെന്ന് ചോദിച്ചു. അയാൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതെ, ചില മനുഷ്യരുടെ കള്ളങ്ങളൊക്കെ പുറത്തുകൊണ്ടുവരാനായിട്ട് ദൈവദൂതനെ പോലെ എന്റെ മുന്നിലാക്കി അയച്ചതായിരുന്നു. പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല. ഞാൻ അന്ന് കുറെ ചീത്തയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ട് നടക്കുമ്പോൾ അയാളൊരു അന്താളിപ്പോടുകൂടി ബാലനെ നോക്കുകയാണ്. കാരണം ചായക്കടയിൽ എത്രയോ ആൾക്കാർ വരുന്നുണ്ട്. അതിലൊരാളായിരുന്നു ബാലന്. പക്ഷെ ബാലന്റെ മുഖം അയാൾ
അത്ര പെട്ടെന്നൊന്നും ഓർത്തതും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ധർമ്മം സുകന്യയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, സുകന്യെ, ഞാൻ ദേവമംഗലം വരെ പോകുമെന്ന് പറഞ്ഞു. ദേവമംഗലത്തേക്കോ? ധർമ്മേണ്ട എന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോ? അതെ, അവിടെ എല്ലാവരും ഭയങ്കര വിഷമത്തിലിരിക്കുക. ഈ സമയത്ത് അവിടെ ചെന്ന് അവരെ ഒന്ന് ആശ്വസിപ്പിച്ചില്ലെങ്കിൽ ആനന്ദിന്റെ കാര്യം എനിക്ക് ഓർക്കാൻ പോലും പറ്റില്ല. ധർമ്മേണ്ട അവിടെ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോ ഇവരൊക്കെ എവിടെയായിരുന്നു? കള്ളക്കേസ് കുടുക്കി ധർമ്മേണ്ട അവിടെ നിന്ന് ഇറക്കി വിട്ടാലേ എന്തൊക്കെയായിരുന്നു പറഞ്ഞ് ധർമ്മേട്ടൻ പണം മോഷ്ടിച്ചെന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് അവരാരും തിരിഞ്ഞു നോക്കിയില്ല. എന്നിട്ടിപ്പോ സിമ്പതിയും കാണിച്ചിട്ട് പോന്നു. നാണമുണ്ടോ ധർമ്മേട്ടന്? നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, കുറെ കാലം അവിടുത്തെ ചോറുണ്ടല്ലേ, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ഓ, ചോറുണ്ട് പോലും. അതെ, ചോറുണ്ടെങ്കിലേ അതിന്റെ ഇരട്ടി അങ്ങോട്ട് ലാഭം ഉണ്ടായി കൊടുത്തിട്ടുണ്ട്. ധർമ്മേണ്ണ അധ്വാനിച്ചുകൊണ്ടല്ലേ, വെറുതെ ഒന്നും അല്ലല്ലോ. ഗോമതി സ്റ്റോഴ്സിൽ പോയി കിടന്ന രാപകൽ എന്നെ അധ്വാനിച്ചു. എന്നിട്ട് അതിന്റെ ഫലമല്ലേ ധർമ്മേട്ടൻ കഴിച്ച, അല്ലാതെ വെറുതെ ഓസിലൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു. സുകന്യെ, നിനക്ക് ഇതൊക്കെ പറയാം, പക്ഷെ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോഴേക്കാണ് അച്യുതൻ വരുന്നത്. എന്താ കാര്യം? ഇതേ ധർമ്മേട്ടൻ ദേവമംഗലത്തേക്ക് പോകുവാന്ന് അച്യുതേട്ടാ. ദേവമംഗലത്തേക്ക് എന്തിന്? അത് പിന്നെ ആനന്ദൊക്കെ ഭയങ്കര വിഷമത്തിലല്ലേ, അവനൊന്ന് പോയി ആശ്വസിപ്പിക്കണം. എടാ ധർമ്മ, നിനക്ക് നാണമുണ്ടോ? നിന്നെ അവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടല്ലേ, എന്നിട്ട് അവിടേക്ക് പോകുവാന്ന് പോലും. ഏട്ടാ, അങ്ങനെ പറയരുത്, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. പോയിക്കോടാ, നീ പോയിക്കോ. എടാ, നിന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടപ്പം 2 കൈകൾ നീട്ടി സ്വീകരിച്ചവരാ ഞങ്ങള്. ഇപ്പം നിനക്ക് വേണ്ടിയിട്ട് ഇല്ലാത്ത പണം ഉണ്ടാക്കി ഞങ്ങള് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു ഷോപ്പ് ഇടാനായിട്ട് പോകുക. അവിടെ നീ സന്തോഷത്തോടെ ജീവിക്കണം എന്ന് ഞങ്ങളുടെ ആഗ്രഹം. ആ ഷോപ്പൊക്കെ ഇട്ട് കഴിയുമ്പോൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ആ സമയം നീ അവിടേക്ക് പോയിട്ടാണ് എങ്ങനെയാടാ കാര്യങ്ങൾ ശരിയാന്നേ? ബാലനെന്ന ശത്രു ഉള്ളതുകൊണ്ടാണ് നിനക്ക് ഉയരാനായിട്ട് സാധിക്കുന്നത്. എപ്പോഴും നമ്മുടെ മനസ്സിലൊരു ശത്രു ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അത് നീ ഇതുവരെയായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. നിന്റെ ചേട്ടന്മാരെ നിനക്ക് ഇതുവരെയായിട്ട് മനസ്സിലാക്കിയിട്ടില്ലല്ലേ? അതൊക്കെ പറഞ്ഞ് കുറെ പറഞ്ഞപ്പോൾ ഒടുവിൽ ധർമ്മം പറഞ്ഞു, ഞാൻ പോകുന്നില്ല എന്നും പറഞ്ഞു പോയി. അപ്പോഴേക്കും സുകന്യ പറഞ്ഞു, അച്യുതേട്ടൻ വിഷമിക്കേണ്ട. ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിച്ചാലും മരിക്കേണ്ടി വന്നാലും ശരി, ഞാൻ ധർമ്മേണ്ണ അവിടേക്ക് പറഞ്ഞു വിടത്തില്ല. ധർമ്മേണ്ണ അവിടേക്ക് പോകാനും പോകുന്നില്ല എന്ന് തർപ്പിച്ചു പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ ആനന്ദ് ആകെപ്പാടെ വിഷമത്തോടു കൂടി പുറത്തു വന്നിരിക്കുമ്പോഴത്തേനും ആനും ആകാശം കൂടെ വന്നു. എന്നിട്ട് പറഞ്ഞു, ആനന്ദേട്ട, ഇങ്ങനെ വന്ന് വിഷമിച്ചിരിക്കില്ലേ, എഴുന്നേറ്റ് പാ, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, ഇനി ഇങ്ങനെ സങ്കടപ്പെടല്ലെന്ന് പറഞ്ഞു. സാരമില്ലടാ, എനിക്ക് സങ്കടമൊന്നുമില്ല, ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നേ? അല്ലെങ്കിലും ഇതെനിക്ക് അനുഭവിക്കാനുള്ള വിധിയാണെന്ന് ഞാൻ കൂട്ടിക്കോളാം. എന്റെ തലവരി ഇതായിരുന്നു. അല്ല, ശ്രീദേവി എടുത്തി അങ്ങനെയൊക്കെ ചെയ്യും നമ്മളാരും പ്രതീക്ഷിച്ചില്ലല്ലോ. നമ്മളെല്ലാരും വിശ്വസിച്ചു. അതേടാ, എല്ലാരും വിശ്വസിച്ചു, ഈ ഞാൻ ഉൾപ്പെടെ. അതാ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. അപ്പോഴേക്കും ധർമ്മൻ കൃഷ്ണമംഗലത്തെ മുറ്റത്തേക്ക് വന്നു. ആനും ആകാശമൊക്കെ ധർമ്മനെ വിളിക്കുകയാണ്. ആനന്ദം അവിടേക്ക് എന്നു. ഇതേ മാമൻ നിരപരാധി എന്നുള്ള കാര്യം ഞാൻ തെളിയിച്ചു കേട്ടോ. നിരപരാധി എന്നുള്ള കാര്യം തെളിയിച്ചില്ലേ? എന്തിനായിരുന്നടാ അത്? അപ്പം നിങ്ങളൊക്കെ വിശ്വസിച്ചിരുന്നു ഞാൻ പണം മോഷ്ടിച്ചെന്ന്. എടാ, ഞാൻ പണം മോഷ്ടിച്ചിട്ടില്ലെന്ന് നിങ്ങൾ ആരെങ്കിലും ഒരാൾ വിശ്വസിച്ചോ? അപ്പോഴേക്കും ആകാശവും ആരിനും ഒക്കെ പരസ്പരം നോക്കുകയാണ്. ആനന്ദ് പറഞ്ഞു, മാമൻ ഇങ്ങോട്ടേക്ക് തിരികെ വാ. തിരികെ വരാനായിട്ട്? എടാ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എത്രമാത്രം വേദനയോട് കൂടിയിട്ട് ഇറങ്ങിയെന്നറിയാവോ? പക്ഷെ ആ സമയത്തൊന്നും നിങ്ങളിൽ ആരും എന്നെ തിരികെ വിളിച്ചില്ല. നിങ്ങൾ എന്നെ വിശ്വസിച്ചില്ല. ഞാൻ പണം മോഷ്ടിച്ചിട്ടില്ല എന്ന് ഒരുത്തം പോലും പറഞ്ഞിട്ടുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസക്കുറവായിരുന്നില്ലേ? ഇപ്പം നിങ്ങൾക്ക് തെളിയിക്കേണ്ടി വന്നു. എന്തിനായിരുന്നടാ ആനന്ദേ നിന്റെ ജീവിതം എടുത്ത് നീ കളഞ്ഞത്? എടാ, ഞാൻ തെറ്റുകാരനല്ലെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നിന്റെ ജീവൻ നീ നശിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എടാ മോനെ ധർമ്മ, നീ വാടാ. വേണ്ട ചേച്ചി, ഇനി ഞാൻ അങ്ങോട്ടേക്ക് വരത്തില്ല. എന്തിന് ഞാൻ അവിടേക്ക് വരണം? ഞാൻ മോഷ്ടാവാണല്ലോ. എടാ വേണ്ട, കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ആനന്ദനോട് ധർമ്മം പറഞ്ഞു, അതെ, ശ്രീദേവിയുടെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ശ്രീദേവി നിരപരാധിയാന്ന് എൻ്റെ മനസ്സിലിരുന്ന് പറയുന്നു. ഒരു പക്ഷേങ്കിൽ എനിക്ക് തോന്നിയ പൊട്ടബുദ്ധിയായിരിക്കും. നിങ്ങളോടൊപ്പം പഠിപ്പോ വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. അത്ര ബുദ്ധിയും ബോധമൊന്നും എനിക്കില്ല. അതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ പൊട്ട ബുദ്ധിക്ക് തോന്നുന്നായിരിക്കും. എന്നാലും ഞാനൊരു കാര്യം പറയാം, ഇതിനകത്ത് ശ്രീദേവി നിരപരാധിയാന്ന് എനിക്ക് തോന്നണേ. അതും പറഞ്ഞിട്ട് ധർമ്മനകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആരിനും ആകാശിനൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീദേവി വിഷമിച്ച് മുറിയിലിരിക്കുമ്പോഴത്തേനും ശ്രീദേവിക്ക് കഴിക്കാനുള്ള ഫുഡുമായിട്ട് ശ്രീകല വന്നു. കൂടെ ദേവാനും ഉണ്ടായിരുന്നു. മോളെ ഇത് കഴിക്കും. ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു, എനിക്ക് വേണ്ട. പട്ടിണി ഇരുന്നാൽ എങ്ങനെയാ മോളെ ശരിയാകുന്നേ? അത് ശരിയാകുമോ? മോൾ ഇത്രയെങ്കിലും കഴിക്കുക. വേണ്ടെന്നല്ലേ പറഞ്ഞത്? മോളെ, അച്ഛന് ചില അബദ്ധങ്ങളൊക്കെ പറ്റി, എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞ് ഉദയഭാനു ഇങ്ങനെ കൈകൂപ്പാണ്. അബദ്ധമോ? ഇതാണ് അബദ്ധം. മോളെ, ഞാനിപ്പോ തെറ്റൊന്നും ചെയ്യുന്നില്ല. പഴയതുപോലൊന്നുമല്ല. ഞാൻ നന്നായിന്നോ? നാണമുണ്ടോ പറയാനായിട്ട്? അപ്പോഴേക്കും ശ്രീകല പറഞ്ഞു, മോളെ, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് അച്ഛൻ കുറെ നാടകങ്ങളൊക്കെ കളിച്ചു. ഇപ്പഴാ അച്ഛൻ അങ്ങനെയൊന്നുമല്ല, പഴയതുപോലെ ഒന്നുമല്ല. അച്ഛൻ നന്നായെന്ന് പറഞ്ഞല്ലോ.
നാണമുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? നന്നായി പോലും. എന്നിട്ടാണോ നിങ്ങൾ എന്നെ വീണ്ടും നാണം കെടുത്താനായിട്ട് കോമഡി സ്റ്റോഴ്സിൽ വന്ന് മോഷണം നടത്തിയത്? പാവ ആ മാമനെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടാൻ കാരണം നിങ്ങൾ ഒറ്റ ഒരാളാണ്. മാമൻ എത്രമാത്രം വേദനയോട് കൂടിയിട്ട് ആ വീട് വിട്ട് പോയെന്നറിയാവോ? ഉം. മാമന് ആ, മാമന്റെ മനസ്സ് വേദനിച്ചു. അതിന് ദൈവം തന്ന ശിക്ഷ നിങ്ങൾക്കിത്. നിങ്ങളുടെ മോളുടെ ജീവിതം. മാമനെ കുറിച്ച് ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ എത്ര ക്രൂരന്മാരാന്നറിയോ? ഒരിക്കലും എനിക്ക് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല. കടന്നു പോയിക്കോണം എന്റെ മുന്നിൽ നിന്ന്. അതും പറഞ്ഞുകൊണ്ട് ശ്രീദേവി ദേഷ്യത്തോടു കൂടി അലറുവാണ്. അപ്പോഴാണ് കോളിംഗ് ബെല്ല് അടിക്കുന്നത്. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, മോളെ നീ മിണ്ടരുത് പ്ലീസ്. ആ ഒന്ന് ആരാന്ന് പോയി നോക്കൂ ഉദയേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഉദയഭാനുവും ശ്രീകലയും കൂടെ പോയി കതക് തുറക്കുവാണ്. ഈ സമയം ശ്രീകല ഞെട്ടലോടുകൂടി ഉദയഭാനോട് പറഞ്ഞു, ഉദയേട്ടാ ഇനിയിപ്പോൾ പൈസ കൊടുക്കാനുള്ള ആരെങ്കിലും ആണോ എന്നറിയത്തില്ലോ എന്ന് പറഞ്ഞു. ശ്രീദേവിക്കാണെങ്കിൽ കട്ട കലിപ്പായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. എങ്ങനെയെങ്കിലും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ട്. പക്ഷെ എങ്ങനെ അത് ആലോചിച്ചിട്ട് മനസ്സിലായതുമില്ല. അതിൻ്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.